ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാലൻസ് ആയിട്ടാണ്. അപ്പോൾ 20 വരെയുള്ള നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 21ാമത്തെയാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ട വർഷം ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് ഇന്ന് കേരള സർവകലാശാല ആയത് എന്നാ? കേരള സർവകലാശാല ആയ വർഷം 1957 അവർ പറഞ്ഞിട്ടുണ്ട്. ആ 1957 കേരള സർവകലാശാല ആയത് എന്നാണ്? തിരുവിതാംകൂർ സർവകലാശാലയാണ് പിന്നീട് കേരള സർവകലാശാല ആയത്. അപ്പോൾ ഈ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ട വർഷം ഏതാ? 1937 കേട്ടോ. 1937 തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടു. അത് പിന്നീട് കേരള സർവകലാശാലയായി. ആ കേരള സർവകലാശാലയുടെ വർഷമാണ് 1957. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? അപ്പോൾ ആരുടെ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക? ഗാന്ധിജിയുടെയാണ് അല്ലേ. ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യമാണ്. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടതാ? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അത് ആരുടെ മുദ്രാവാക്യമാണ്? ഗാന്ധിജിയുടെ മുദ്രാവാക്യമാണ് അല്ലേ. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി, അതായത് ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാ? വേദാധികാര നിരൂപണം ആരുടെയല്ല? ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ല അല്ലേ. ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ല വേദാധികാര നിരൂപണം എന്ന് പറയുന്നത്. പിന്നീട് ആരുടെയാണത്? ചട്ടമ്പി സ്വാമികളുടെയാണ് അല്ലേ. ചട്ടമ്പി സ്വാമികളുടെയാണ് എന്ത്? വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെയാണ്. അപ്പോൾ ഈ ദൈവദശകം, നവമഞ്ജരി, ദർശനമാല ഇതൊക്കെ ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് അല്ലേ. ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ഏത്? ദൈവദശകം, നവമഞ്ജരി, ദർശനമാലയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. വേദാധികാര നിരൂപണം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഈ എല്ലാത്തിനെയും, അതായത് എക്സ്പ്ലനേഷനോട് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. വലിയ എക്സ്പ്ലനേഷനുള്ള ആവശ്യമുള്ളത് മാത്രം വളരെ ചെറുതാക്കിയിട്ട് എന്താ കാര്യം, അതായത് ഇപ്പോൾ വേദാധികാര നിരൂപണം ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാന്ന് പറഞ്ഞു. അപ്പം ചട്ടമ്പി സ്വാമികളുടെ വേറെ കൃതികൾ, അങ്ങനെ വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ പോയിൻറ്റ്സിൻ്റെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്താ ഇപ്പോൾ അഥവാ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ എന്തുകൊണ്ട് അത് തെറ്റിയെന്ന് മനസ്സിലാക്കാൻ ആ ഷോർട്ട് നോട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാ? നവംബർ 11 അല്ലേ. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. അത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? നവംബർ 11 അല്ലേ. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 ആരുമായി ബന്ധപ്പെട്ടതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കാത്ത സാഹിത്യകാരൻ, അതായത് ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കാത്തതാണ് കേട്ടോ. ആർക്കാണ് ലഭിക്കാത്തത്? ആൻസർ സി ആണേ. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരിക്ക് ലഭിച്ചിട്ടില്ല അല്ലേ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ല. അപ്പം ലഭിച്ചവരാരൊക്കെയാ? അക്കിത്തം അച്യുത നമ്പൂതിരിക്ക് ലഭിച്ചിട്ടുണ്ട്, MT വാസുദേവൻ നായർക്ക് ലഭിച്ചിട്ടുണ്ട്, ONV കുറുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർഷമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കിത്തം MT വാസുദേവൻ നായർ, ONV കുറുപ്പ് പിന്നെയും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാ? ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാ? ഏതൊക്കെ കമ്മീഷനാ? രാധാകൃഷ്ണ കമ്മീഷൻ ബന്ധപ്പെട്ടിട്ടുണ്ടല്ലേ. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടതാണ് ഇത്. രാധാകൃഷ്ണ കമ്മീഷൻ ബന്ധമുണ്ട്. അതുപോലെ രംഗനാഥ മിശ്ര ഉണ്ടോ? ഇല്ല അല്ലേ. കോത്താരി കമ്മീഷൻ ബന്ധമുണ്ട് അല്ലേ. അപ്പോൾ 1, 3 ആണ് കേട്ടോ. 1, 3 രാധാകൃഷ്ണ കമ്മീഷനും ബന്ധമുണ്ട്, കോത്താരി കമ്മീഷനും ബന്ധമുണ്ട് അല്ലേ. അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടതാണ് രാധാകൃഷ്ണ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ എന്നൊക്കെ പറയുന്നത്. ഇനി
27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തെബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? തെബാഗ എവിടെയാ? തെബാഗ എവിടെയാ? ബംഗാളിലാണ് കേട്ടോ, ബംഗാളിലാണ് തെബാഗ. ബംഗാളിൽ നടന്ന കർഷക തൊഴിലാളി സമരമാണ് തെബാഗ സമരം അല്ലേ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാ? 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാ? രാജാറാം മോഹൻ റോയ് അല്ലേ. രാജാറാം മോഹൻ റോയിയാണ് നമ്മൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ വിളിക്കുന്നത്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുമായി ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുമായി ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഏത് പ്രദേശത്താ? ട്രാൻകിബാർ ആണ് കേട്ടോ, ട്രാൻകിബാർ. ഓപ്ഷൻ ഡി ആണ്, ട്രാൻകിബാറുമായിട്ടാണ് ഇന്ത്യയിൽ താഴെ, അതായത് ഡെൻമാർക്കുമായി ആധിപത്യം സ്ഥാപിച്ചിരുന്നത് എവിടെയാണ്? ട്രാൻകിബാർ എന്ന സ്ഥലത്താണ് കേട്ടോ. ട്രാൻകിബാർ എന്ന സ്ഥലത്താണ് ഡെൻമാർക്കുമായി ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങൾ തെറ്റായത് ചോദിച്ചിരിക്കുന്നത് ഏതാ? കുണ്ടറ സമരം എന്നാ 1809 അല്ലേ. അത് കറക്റ്റ് ആണ് കേട്ടോ. 1809 കുണ്ടറ സമരം നടന്നത്. വെൽത്തമ്പി ദളവ അല്ലേ. അപ്പോൾ കുണ്ടറ സമരം കറക്റ്റാണ്. കുളച്ചിൽ യുദ്ധം 1741, അതും കറക്റ്റാണ്. അതുപോലെ ആറ്റിങ്ങൽ കലാപം 1721, അതും കറക്റ്റാണ് അല്ലേ. പിന്നെ ഏതാ തെറ്റ്? ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. എന്താ തെറ്റാൻ കാരണം? 1810 അല്ല അല്ലേ, 1812 കുറിച്യ കലാപം നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. 1812 കുറിച്യ കലാപം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ക്രോഡീകരിച്ച് നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ. അപ്പോൾ 1957 എന്താ നടന്നത്? 1957 എന്തുണ്ടായി? കേരള സർവകലാശാല 1957 ഉണ്ടായി അല്ലേ. അതായത് 1957 കേരള സർവകലാശാലയായി മാറിയത്. ഏത് സർവകലാശാല? തിരുവിതാംകൂർ സർവകലാശാല. ഈ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ട വർഷം ഏതാ? 1937 അല്ലേ. അതേപോലെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ആരുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമായി. എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? കിറ്റ് ഇന്ത്യ സമരം അല്ലേ. കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ് അല്ലേ. അതേപോലെ ദൈവദശക നവമഞ്ജരി ദർശനമാല ഇതൊക്കെ ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അതേപോലെ മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന് എന്താ പ്രത്യേകത? ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നവംബർ 11 എന്ന് പറയുന്നത് എന്തായിട്ടാണ് ആചരിക്കുന്നത്? നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് നവംബർ 11 നമ്മൾ ആചരിക്കുന്നത് അല്ലേ. അതേപോലെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കാത്ത സാഹിത്യകാരന്മാരെ കുറിച്ച് പറഞ്ഞു. അൾപ്പമണയ്ക്ക് ലഭിച്ചിട്ടില്ല. ബാക്കി ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിച്ചിട്ടുണ്ട്, MT വാസുദേവൻ നായർക്ക് ലഭിച്ചിട്ടുണ്ട്, ONV കുറുപ്പിന് ലഭിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായിട്ട് 2 കമ്മീഷനുകൾ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെ കമ്മീഷനാ? 2 കമ്മീഷനല്ല കേട്ടോ, ഒരു കമ്മീഷനുകളുണ്ട്. മുതലിയാർ കമ്മീഷനും കൂടി ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് പഴയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ രാധാകൃഷ്ണ കമ്മീഷൻ, കോത്താരി കമ്മീഷനും മുതലിയാർ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കോളാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പുതിയതിലേക്ക് വന്നപ്പോൾ ഒന്ന് കണ്ടന്റ് ഒന്ന് കുറച്ചിട്ടുണ്ട്. അതായത് ലക്ഷ്യങ്ങളും അതൊക്കെ ഒന്ന് കുറച്ചിട്ട് പഴയതിലാണ് കൂടുതലുള്ളത് കേട്ടോ, പുതിയതിൽ അത്രത്തോളം അല്ല. അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടതാണ് രാധാകൃഷ്ണ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, മുതലിയാറൊക്കെ കേട്ടോ. മുതലിയാർ ഇതിൽ ഓപ്ഷൻ ഇല്ല, പക്ഷെ മുതലിയാറൊക്കെ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? തെബാഗ കർഷക തൊഴിലാളി സമരം അല്ലേ. അതെവിടെ നടന്നത്? ബംഗാളിൽ വെച്ചിട്ടാണ് അല്ലേ. ബംഗാളിലാണ് തെബാഗ കർഷക തൊഴിലാളി സമരം നടന്നത്. അതുപോലെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ചോദിച്ചാൽ ആരെ പറയുക? രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ട്രാൻകിബാറിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഈ ട്രാൻകിബാർ? ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ ഡെൻമാർക്ക് ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഏത് സ്ഥലത്താണ്? ട്രാൻകിബാർ എന്ന സ്ഥലത്താണ് അല്ലേ. അതേപോലെ കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാ? 1809. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാ? 1721. കുളച്ചിൽ യുദ്ധം നടന്ന വർഷം ഏതാ? 1741. കുറിച്യ കലാപം നടന്ന വർഷം ഏതാ? 1812 അല്ലേ. 1812. അപ്പോൾ നമ്മളിതിൻ്റെ ഇതെല്ലാം നിങ്ങൾ ചെയ്ത്, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഷോർട്ട് നോട്ട് വായിച്ചിട്ട് ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഷോർട്ട് നോട്ട് വായിക്കാം. അപ്പോൾ ഇതിൽ ഓപ്ഷനിലൊക്കെ തെറ്റായത് ഏതാ, അപ്പോൾ എന്തുകൊണ്ടത് തെറ്റാൻ കാരണം എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി പോകാൻ നമുക്ക് എന്ത് ചെയ്യും? ആ ഷോർട്ട് നോട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒന്നുമില്ലെങ്കിൽ അത് നോക്കുക, അല്ലെങ്കിൽ അത് നോക്കിയിട്ട് ഇത് ചെയ്യുക. ഏതായാലും നിങ്ങൾക്ക് ഗുണം തന്നെ ഉണ്ടാവുള്ളൂ.
അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സായിട്ട് കാണാം.